ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്കുള്ളത് മലയാളം അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണ് അല്ലേ. പലപ്പോഴും പരീക്ഷാ ഹാളിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പേടി, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 15 മിനിറ്റ് നമുക്ക് സമാശ്വാസ സമയമുണ്ട് അല്ലെ, കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളത് ആശ്വസിച്ച് കുത്തിരിക്കലാണ്, അല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല അല്ലേ. എന്നാൽ സമാശ്വാസ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോദ്യം മുഴുവൻ വായിച്ചു നോക്കാനും എങ്ങനെ ഉത്തരം ക്രമീകരിക്കണമെന്നും നോക്കാനുള്ള സമയമാണ് 15 മിനിറ്റ്. ഇനി ചോദ്യം വായിച്ചു കഴിയുമ്പോൾ എല്ലാം അറിയാം, അയ്യോ ഇതെനിക്കറിയാം, ഇതെനിക്കറിയാം എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞു കേൾക്കാം. പക്ഷേ എഴുതി വരുമ്പോൾ എഴുതാൻ പറ്റാതെ വരുന്നു. എന്താണ് അതിന് കാരണം? നമുക്കറിയാം, 1 മാർക്കിന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിലാണ് ഉത്തരം എഴുതേണ്ടത്. ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്നതിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുത്ത് എഴുതണം. 2 മാർക്കിന് 2 സെന്റൻസ് ആണ് എഴുതേണ്ടത്. മാക്സിമം നിങ്ങൾക്ക് എഴുതാൻ തോന്നി ഒരു 3 സെന്റൻസ്. അതുപോലെ 4 മാർക്കിന്റെ ചോദ്യത്തിന് അരപ്പുറത്തിൽ കവിയാതെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നെ ഉള്ളത്. പക്ഷേ എഴുതി വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ആശയമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു 3/4 പുറം, അതിൽ കൂടുതൽ എഴുതേണ്ടതില്ല മക്കളെ. എത്ര എഴുതിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 4 മാർക്കാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഇനി 6 മാർക്കിന്റെ ചോദ്യം 2 എഴുതാനുണ്ട് നമുക്ക്. അതോ ഒരു പുറത്തിൽ കവിയാതെ എന്നാ പറയുന്നത്. അത് നിങ്ങൾ എങ്ങനെയൊക്കെ വലിച്ചു നീട്ടിയാലും ഒരു 1/4 പുറത്തിന് അപ്പുറത്തേക്ക് പോകരുത്. അത്ര എഴുതാനേ ഉള്ളൂ നമുക്ക്. ഇങ്ങനെ എഴുതി പോയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? അറിയുന്ന ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യും? വലിച്ചു വാരി എഴുതും. അങ്ങനെ ഗ്യാസൊക്കെ ഗ്യാസ് അടിച്ചും ഒക്കെ അങ്ങ് പരത്തി എഴുതും. അവസാനം 6 മാർക്കിന്റെ 2 ചോദ്യം നമുക്ക് എഴുതാൻ കഴിയാതെ പോകും. അപ്പൊ നമുക്ക് A+ കിട്ടുമോ? അപ്പൊ ഇങ്ങനെയുള്ള പാറ്റേൺ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഓരോ ചോദ്യം എഴുതുമ്പോഴും എങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ളതിനായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഷാജി സാറ് 7:30 ലൈവിൽ വരുന്നുണ്ട്. എല്ലാവരും ലൈവ് കയറുക. ആദ്യത്തെ ദിവസം നമ്മൾ പാഠപുസ്തകങ്ങൾ, പിന്നെ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് മലയാളം പരീക്ഷ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എല്ലാവരുടെ കൂടെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഉണ്ടാവോ? എല്ലാവരും ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയണം. അപ്പം പരീക്ഷ സെറ്റാക്കണം. ഓക്കെ ആണോ മക്കളെ?